أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين هاجروا في سبيل الله ثم قتلوا أو ماتوا ليرزقنهم الله رزقا حسنا وإن الله لهو خير الرازقين. ليدخلنهم مدخلا يرضونه وإن الله لعليم حليم. الله العظيم. വല്ലദീന ഹാജറു, എന്നാൽ ഹിജ്റ ചെയ്തവരുണ്ടല്ലോ, ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, സുമ്മ ഖുതിലു, എന്നിട്ടവർ കൊല്ലപ്പെട്ടു, ഔ അല്ലെങ്കിൽ മാത്തു, അവർ മരണപ്പെടുകയും ചെയ്തു, ലയർസുഖന്നഹുമുല്ലാഹു, അള്ളാഹു ഉറപ്പായിട്ടും അവർക്ക് റിസ്ക് നൽകും. റിസ്ഖൻ ഹസന, നല്ല റിസ്ക്. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ലഹുവ ഖൈറുൻ, ലഹുവ അവൻ തന്നെയാണ്, ഖൈറു റാസിഖീൻ, റിസ്ക് നൽകുന്നവരിൽ അഥവാ അന്നം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ. ലയുദ്ഖിലന്നഹും, അവനവരെ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. മുദ്ഖലൻ, പ്രവേശിക്കപ്പെടുന്ന സ്ഥലത്ത്, പ്രവേശന സ്ഥലത്ത് എന്നർത്ഥം. ഇർലൗനഹു, അവർ അതിനെ തൃപ്തിപ്പെടുന്നു, അവർ തൃപ്തിപ്പെടുന്ന പ്രവേശന സ്ഥലത്ത് അവനവരെ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. വ ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ലഅലീമുൻ, എല്ലാം അറിയുന്നവൻ തന്നെയാണ്, ഹലീമുൻ, വിവേകശാലിയുമാണ്. മുകളിൽ വിശ്വസിച്ചവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഫല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫീ ജന്നാത്തിൻ നഈം, എന്നിട്ട് ഒരു കൂട്ടരെ അതിൽ നിന്ന് പ്രത്യേകമായി എടുത്തു പറയുകയാണ്. കാരണം മുകളിൽ വല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിനാ ഫൗലൈക ലഹും അദാബുൻ മുഹീൻ, നിഷേധിക്കുകയും ആയത്തുകളെ കളവാക്കുകയും ചെയ്തവർക്ക് അവർക്ക് ഗുരുതരമായ ശിക്ഷയുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ ആമനു എന്ന് പറഞ്ഞാൽ കേവലം വിശ്വസിക്കൽ മതിയാകാത്ത സമയത്താണ് ഇത് പറയുന്നത്. അഥവാ മോമിനാകണമെങ്കിൽ, മക്കയിൽ അന്ന് മോമിനാകണമെങ്കിൽ മക്കയിൽ വിശ്വസിച്ചു അവിടെ തന്നെ ഇരുന്നാൽ പോരാ. പകരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരണം. ഹിജ്റ എന്ന ആശയം അവിടെ മാത്രം ഒതുങ്ങുന്നതുമല്ല. അൽ മുഹാജിറു മൻ ഹജറ അമ്മാ നഹല്ലാഹു അൻഹു, അള്ളാഹു വിരോധിച്ചതിനെ വെടിയുന്നവനൊക്കെ മുഹാജിറാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന സാഹചര്യം, ഈ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിൽ മക്കയിൽ ഒരാൾ ആമനു വഅമിലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്ന് ഹിജ്റ ചെയ്യാൻ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യാൻ തയ്യാറാകുക എന്നാണ്. സ്വാഭാവികമായും പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ലാത്ത കപടവിശ്വാസികൾ ധാരാളമുണ്ടായി ഹിജ്റക്ക് തയ്യാറില്ലാതെ. അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ മനസ്സിൽ ഒരു ചിന്ത രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അത് ഈ നാടും വീടും വിട്ടങ്ങ് പോയാൽ വലിയ പ്രശ്നമാകും എന്ന് മാത്രമല്ല, അങ്ങോട്ട് എത്തുമെന്ന് തന്നെ ഉറപ്പില്ല. വഴിയിൽ വെച്ച് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം പോകുന്നവരെ തടസ്സപ്പെടുത്തുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അബൂ ബുസ്ര റളിയല്ലാഹു അൻഹു ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ് മദീനയിൽ എത്തുന്നതും സന്ധി പ്രകാരം അദ്ദേഹത്തെ തിരിച്ചയക്കുന്നതും എന്നിട്ട് വേറെ സ്ഥലത്ത് പോയി താമസിക്കുന്നതും. അതിൻ്റെ ഇടക്ക് ഖുറൈശികൾ കൊല്ലാൻ ശ്രമിച്ചു, പക്ഷെ അതിലൊരാളെ അദ്ദേഹം വകവരുത്തുന്നതും ഒക്കെ. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ വഴിക്ക് വെച്ച് കൊല്ലപ്പെട്ട ആളുകളുണ്ട്. അത് ഈ ഹുദൈബിയ സന്ധിയുടെ മുമ്പാണ്. ഇത് ഹിജ്റ കഴിഞ്ഞിട്ട് ബദറിന്റെ മുമ്പ് ഇറങ്ങിയ ആയത്താണ്. ഹിജ്റ വരുന്നവർ വഴിക്ക് വെച്ച് ശത്രുക്കളാൽ കൊല്ലപ്പെട്ട സംഭവമുണ്ട്.
അതുപോലെ തന്നെ വഴിക്ക് വെച്ച് മരണപ്പെട്ടവരുമുണ്ട്. ഹിജ്റയെക്കുറിച്ച് പറയുന്ന സൂറത്തു നിസാഇൽ അള്ളാഹു അത് വിശദമായി പറയുന്നുണ്ട്. വമൻ യുഹാജിർ ഫീ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്ത് പുറപ്പെടുന്ന ആളുകൾ യമുത്ത് എന്നിട്ട് അവൻ വഴിക്ക് വെച്ച് മരിക്കുകയും ചെയ്യുന്നവർ ഫഖദ് സബത്ത അജ്റുഹു അലല്ലാഹ്, അള്ളാഹിന്റെ അടുത്ത് അവന്റെ പ്രതിഫലം സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അത് പിന്നീട് വന്ന ആയത്താണ്, ഇത് അതിന്റെ മുമ്പുള്ളതാണ്. അഥവാ ഹിജ്റ ചെയ്തിട്ട് അങ്ങോട്ട് എത്തുമോ എന്ന് പേടിയാകുന്ന ആളുകളുണ്ട്, കൊല്ലപ്പെടുമോ എന്ന്. അല്ല, എത്താൻ കഴിയുമോ, വഴിക്ക് വെച്ച് മരണപ്പെട്ട് മദീനയിൽ എത്താതിരിക്കുമോ എന്ന പേടിയുണ്ട്. ഇങ്ങനെയുള്ള പേടിയൊക്കെ ഉള്ളത് കൊണ്ട് മൂമിനാണെങ്കിലും പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്ന ആളുകളുമുണ്ട്. എല്ലാവർക്കുമായി പറയുകയാണ്, വിശ്വസിക്കുക മാത്രമല്ല, വിശ്വസിക്കുകയും ഹിജ്റ ചെയ്യുകയും ചെയ്ത ആളുകൾ എന്നിട്ട് അവർ വഴിക്ക് വെച്ച് കൊല്ലപ്പെട്ടാൽ അവരുടെ നാടും പോയി ജീവിതവും പോയി എന്നല്ല, പകരം അവർ അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്നവരാണ്. കൂട്ടത്തിൽ ഔ മാത്തു എന്നും പറഞ്ഞു, വഴിയിൽ വെച്ച് മരണപ്പെടുക. സാധാരണഗതിയിൽ സാധാരണ മരണം വരിക്കുന്ന ആളുകളെ രക്തസാക്ഷികളായിട്ടല്ല പരിഗണിക്കുക. എന്നാൽ ഹിജ്റ പുറപ്പെട്ട ആള് വഴിക്ക് വെച്ച് യാത്രയുടെ പ്രയാസങ്ങൾ മൂലമോ അതുപോലുള്ള എന്തെങ്കിലും കാരണത്താൽ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹം രക്തസാക്ഷികളുടെ കൂട്ടത്തിലാണ് പരിഗണിക്കപ്പെടുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഈ ആയത്ത് എന്ന് പണ്ഡിതന്മാർ വിശദമാക്കുന്നു. അങ്ങനെ എത്തുന്നതിന്റെ മുമ്പ് മരണപ്പെടുന്ന മുഹാജിർ, അദ്ദേഹത്തിന് എന്താണ് കിട്ടുക? പോയി എന്നാണ് നിഷേധികൾ പറയുക, കപടന്മാരും അത് തന്നെയാണ് പറയുക. എന്നാൽ കിട്ടി എന്നാണ് അള്ളാഹു പറയുന്നത്. ലയർസുഖന്നഹുമുല്ലാഹു റിസ്ഖൻ ഹസന, അവൻ അള്ളാഹു താല നല്ല റിസ്ഖ് നൽകുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ആമനു അമലു സ്വാലിഹാത്തിൽ പറഞ്ഞത് പോരാ, ഇതൊന്ന് പ്രത്യേകം എടുത്തു പറയാൻ അള്ളാഹ് തീരുമാനിച്ചതിന്റെ ഫലമാണ്. റിസ്ക് നൽകും, അവർക്ക് നഷ്ടപ്പെട്ടത് നൽകും എന്നല്ല, നഷ്ടപ്പെട്ടതിനേക്കാളും മുന്തിയത് അവർക്ക് നൽകും. കാരണം എന്താണ്? ഇന്നല്ലാഹ ലഹുവ ഖൈറുർ റാസിഖീൻ, അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവരിൽ ഉത്തമൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അവർക്കുണ്ടായിരുന്നത് നൽകിയത് അത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തന്നെയാണ് മരണപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവൻ മരിച്ചില്ലായിരുന്നെങ്കിൽ, പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു, എന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുമായിരുന്നു. എല്ലാം അള്ളാഹു കൊടുക്കുന്നതാണ്. അള്ളാഹു അവന് കൂടുതൽ നല്ലത് കൊടുക്കാനാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് സൂചന. പിന്നെ സ്വർഗം കൊടുക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ, അതുപോരാ. അല്ല യുദ്ഖിലന്നഹും മുദ്ഖലൻ യർലൗനഹു, അവർ തൃപ്തിപ്പെടുന്ന പ്രവേശന സ്ഥലത്ത് താമസിപ്പിക്കും, അഥവാ ഒരു പരിഭവവും ഉണ്ടാകില്ല. സൂറത്ത് ആൽ ഇംറാനിലെ രക്തസാക്ഷികളുടെ കാര്യത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. രക്തസാക്ഷികളുടെ വീടുകളിലൊക്കെ കയറി അവരുടെ ബന്ധുക്കളുടെ മനസ്സ് മടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഉഹദിന്റെ ശേഷം. മുനാഫിക്കുകൾ ചെയ്തിരുന്ന പണി അതായിരുന്നു. അപ്പോഴാണ് യസ്തബ്ശിരീന ബിനിഅമത്തിൻ മിനല്ലാഹി വഫളിൻ, അള്ളാഹു അവർക്ക് നൽകിയ ഫളിലും നിഅമത്തിലും സന്തോഷിച്ചുകൊണ്ടും പിന്നെ പിന്നാലെ വരുന്നവരെ കുറിച്ച് സന്തോഷിച്ചുകൊണ്ടും ആണുള്ളത് എന്ന് അവിടെ പറയുന്നത്. അതുപോലൊരു വർത്തമാനമാണ്. നാടും വീടും വിട്ട് പലായനം ചെയ്തിട്ട് വഴിക്ക് വെച്ച് മരണപ്പെട്ടു പോയി, അവിടെ എത്താനും കഴിഞ്ഞില്ല, ഇവിടുന്ന് വിടുകയും ചെയ്തു, പോയിരുന്നില്ലായിരുന്നെങ്കിൽ സുഖമായിട്ട് ഇവിടെ ജീവിച്ചേനെ എന്നൊക്കെ എതിരാളികൾ പറയുന്ന ആളുകളുണ്ടല്ലോ. അവര് മദീനയിൽ ചെന്ന് കയറാൻ കഴിഞ്ഞില്ല, അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന സങ്കടം ജീവിച്ചിരിക്കുന്നവർക്ക് ചിലപ്പോൾ പ്രകടിപ്പിക്കാൻ തോന്നും. പക്ഷേ ഇങ്ങോട്ടെത്താതെ വഴിക്ക് വെച്ച് അവര് കൊല്ലപ്പെട്ടു പോയി അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ട് ചെന്ന് കയറുന്നത് അവർ തൃപ്തിപ്പെടുത്തുന്നതാണ്. അഥവാ ഞങ്ങൾക്ക് മദീനയിൽ എത്താൻ കഴിഞ്ഞില്ല എന്ന ഖേദമല്ല, അതിനേക്കാളും മുന്തിയെടുത്ത് എത്തിയല്ലോ അൽഹംദുലില്ലാ എന്ന തൃപ്തിയാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിനെ അവരും അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാതെ അവർക്ക് അങ്ങോട്ട് എത്താൻ കഴിയാതെ വഴിയിൽ വെച്ച് മരണപ്പെട്ടു പോയല്ലോ, കൊല്ലപ്പെട്ടു പോയല്ലോ എന്നുള്ള യാതൊരു പരിഭവവും ഇല്ല എന്ന് മാത്രമല്ല, അവർ വളരെ സംതൃപ്തരാണ്, അവരാസ്വദിക്കുകയാണ്.
ഇന്നല്ലാഹ അലീമുൻ ഹലീം. അതൊക്കെ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ആത്മാർത്ഥത, അവരെന്തിനു പുറപ്പെട്ടതാണ്, ഇതൊക്കെ അള്ളാഹു താലാക്ക് നന്നായിട്ട് അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയ്യത്ത് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ. അമലുകൾ പരിഗണിക്കപ്പെടുന്നത് നിയ്യത്തുകൾക്കനുസരിച്ചാണ്. ഓരോ മനുഷ്യനും ഉണ്ടാകുക അവൻ മനസ്സിൽ കരുതിയതാണ്. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദുനിയാ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ആരുടെ ഹിജ്റ അള്ളാഹുവിനെയും റസൂലിനെയും ഉദ്ദേശിച്ചാണോ എങ്കിൽ അത് അതിലേക്കാണ് പരിഗണിക്കപ്പെടുക. എന്നാൽ ദുനിയാവിലെ നേട്ടത്തിനോ കല്യാണം കഴിക്കാനോ വിചാരിച്ചിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് അതുപോലുള്ള ഏത് ഹിജ്റയും പോകുകയാണെങ്കിൽ അത് എന്തിനാണോ പോയത് അതിനാണ് പരിഗണിക്കപ്പെടുക എന്ന് പറയുന്നുണ്ടല്ലോ. അത് തന്നെയാണ് ഇവിടെ ചുരുക്കി സൂചിപ്പിക്കുന്നത്. അലീമുൻ, അവർക്ക് വേണ്ട റിസ്ക്കും അവർക്ക് വേണ്ട പ്രവേശന താമസ സ്ഥലവും കൊടുക്കാൻ അല്ലാഹു തആലക്ക് കഴിയും. കാരണം അവരുടെ മനസ്സിലിരിപ്പ് നന്നായിട്ട് അറിയുന്നവനാണ് അല്ലാഹു. പിന്നെ ഹലീമാണ്, വിവേകശാലിയാണ്, അല്ലെങ്കിൽ ക്ഷമാലുവാണ്, സഹിഷ്ണുതയുള്ളവനാണ് എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? അവർ ഹിജ്റ ചെയ്തു പോന്നെങ്കിലും മദീനയിലേക്ക് വരാനാണ് പറഞ്ഞത്, പക്ഷെ അങ്ങോട്ട് എത്തിയിട്ടില്ല, വഴിക്ക് വെച്ച് മരണപ്പെട്ടു പോയി. അതുകൊണ്ട് അവരുടെ അമല് ബാത്തിലായി. അങ്ങനെയൊന്നുമില്ല. നമസ്കാരത്തിന്റെ ഇടയിൽ ഒരാളുടെ ഒളു മുറിഞ്ഞാൽ അയാളുടെ നിസ്കാരം ബാത്തിലായി, ഇനി അയാൾ വേറെ നിസ്കരിക്കണം എന്നതുപോലെ ഇല്ല. നമസ്കാരത്തിൽ മരണപ്പെട്ടു പോകുന്നയാള് നമസ്കരിച്ചവൻ തന്നെയാണ്, നമസ്കാരം പൂർത്തിയായിട്ടില്ലെങ്കിലും എന്ന് പറയുന്നത് പോലെയാണ്. അങ്ങനെ ആളുകളുടെ ആത്മാർത്ഥത പരിഗണിക്കുവാൻ സാധിക്കുന്നവനാണ്, അത് മനസ്സിലാക്കുവാനും പരിഗണിക്കുവാനും കഴിയുന്നവനാണ് അള്ളാഹു. അല്ലാതെ ഇങ്ങനെ ഒരു കണക്കപ്പുള്ള സ്വഭാവം കാണിക്കുകയില്ല എന്ന് മനസ്സിലാക്കാനാണ് അള്ളാഹു ഹലീമാണ് എന്ന് പറഞ്ഞു. ഏതായാലും ശരി, ഈ വിശ്വസിച്ചവർ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ് മതിയാക്കാതെ അന്ന് കൂടുതൽ പ്രസക്തമായൊരു കാര്യമായിരുന്നു വിശ്വാസത്തിന്റെ പേരിൽ ദേശത്യാഗം ചെയ്യാൻ തയ്യാറാകുക, എന്നിട്ട് മദീനയിലേക്ക് എത്താൻ സന്നദ്ധനാകുക, അതിന്റെ പേരിൽ കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വരിക എന്നല്ല, യാത്ര പോലും ഭീതിതമായ ഒരു അവസ്ഥയിലാകുക. അപ്പോഴൊക്കെ മൂമിനായ ആളുകൾ അവർക്ക് ഒരു അബദ്ധവും പറ്റിയിട്ടില്ല. അവരെ വിഡ്ഢികളായിട്ടാണ് മദീനയിലെ മുനാഫിക്കുകൾ പറഞ്ഞിരുന്നത്. സൂറത്തുൽ ബഖറയിൽ വൈദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസു ഖാലു അനുഉമിനു കമാ ആമനസ്സുഫഹാ. ഈ ആളുകള് കണ്ടില്ലേ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കയിൽ നിന്ന് കണ്ട ആളുകൾ, അവർക്ക് ഇത് സത്യമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ഈ ജനങ്ങൾ ഇങ്ങനെ വിശ്വസിച്ച് പാരായണം ചെയ്ത് വരുന്നത് എന്ന് പറയുമ്പോൾ മുനാഫിക്കുകൾ ചോദിച്ചത്, ആ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്നാണ്. അങ്ങനെ വിശ്വാസത്തിന്റെ പേര് നമ്മളും പറയും ആദർശം തലയിൽ കയറിയിട്ട് ആദർശം തലയിൽ കയറി നാട് വിട്ടു, അല്ലെങ്കിൽ ആദർശം തലയിൽ കയറി തൊഴിലുപേക്ഷിച്ചു, ആദർശം തലയിൽ കയറി വരുമാനം വേണ്ടെന്ന് വെച്ചു. ഇസ്ലാമിക വിരുദ്ധമായ, അള്ളാഹ്ക്ക് വിരുദ്ധമായതിനെ ഉപേക്ഷിക്കുന്നതിനൊക്കെ ഹിജ്റ എന്നാണ് പറയാ. അങ്ങനെ പറഞ്ഞവരെ വിഡിത്തമാണ് എന്നാണ് ആളുകൾ കളിയാക്കുക. പക്ഷേ ഈ കളിയാക്കുന്നവർക്ക് കിട്ടുന്നതോ അവർക്ക് നരകമാണ്. പിന്നെ യഥാർത്ഥത്തിൽ തങ്ങൾക്ക് കിട്ടിയത് എന്താണ് എന്നതിനെക്കുറിച്ച് ഇവർക്ക് പരിഭവമില്ല എന്ന് മാത്രമല്ല, അവർ വളരെ സന്തുഷ്ടരായ അവസ്ഥയിലാണുള്ളത് എന്ന് അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറയാണ്. എടുത്തു പറയുന്നതിന്റെ സാഹചര്യം മനസ്സിലായാൽ ആയത്തിന്റെ പ്രസക്തി വേഗം മനസ്സിലാകും. അതുകൊണ്ടാണ് വിശ്വസിച്ചവർ സ്വർഗത്തിൽ എന്ന് പറഞ്ഞു നിർത്താതെ മുഹാജിറുകളുടെ കാര്യം പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. കാരണം ഹിജ്റ ചെയ്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത് വളരെ പ്രസക്തമായ ഒരു സമയത്ത് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു അവന്റെ കലാം ശരിയായി പഠിക്കാനും മനസ്സിലാക്കാനും പാഠങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും സമൂഹത്തിൽ പടർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.